അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുലിമുട്ട് മൊത്തം തകർന്നു പോകുന്നൊരവസ്ഥ വരും. ഈ വീട് നോക്കിയേ. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. കാലവർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ അപ്പോഴത്തേക്കും നമ്മുടെ കടലിൻ്റെയും നാടിൻ്റെയും ഒക്കെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഇതാ ഈ ഒരു വീട് തന്നെ നിങ്ങൾ നോക്കിക്കോ, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചിരുന്നതാണ്. കഴിഞ്ഞ വർഷം വരെ ഇവിടെ ആളുകൾ താമസിച്ചിരുന്ന വീടാണ്. അതിനുശേഷം കഴിഞ്ഞ വർഷം കടൽ ഇടിച്ച് കയറി, ഇരച്ച് കയറി ഇവിടെ നിന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞു പോകേണ്ടി വന്നു. പക്ഷേ അതിനുശേഷം ഇവിടെയൊക്കെ മണ്ണിട്ട് മൂടി ഇപ്പോൾ ദാ കംപ്ലീറ്റ് തുരന്ന് കൊണ്ടുപോവാണ്. കടൽ ഭിത്തിയുടെ കല്ലുകളാണ് ഈ കാണുന്നതെല്ലാം. കടൽ അതിഭയങ്കരമായിട്ട് സംഹാര താണ്ഡവമാടുക എന്ന് പറയില്ല, അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ മണ്ണ് ഇടിച്ചിടിച്ച് കൊണ്ടുപോകുന്നതുണ്ടോ? ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കിയേ. എത്ര മണ്ണാണ് കൊണ്ടുപോയത് നോക്കി. ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്ന നോക്കി. ഈ ഒരു വരി തെങ്ങ് നിൽക്കുന്നതുണ്ടോ? അതിൻ്റെ അപ്പുറത്തായിരുന്നു ഇപ്രാവശ്യം ഈ മണ്ണൊക്കെ നിന്നിരുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഇത്രയും കുഴിച്ച് ഇങ്ങോട്ട് കയറി ഭയങ്കരമായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുക. ഈ കുഴിക്കൽ തുടരുകയാണെങ്കിൽ ഇങ്ങനെ തുടർന്ന് ഈ നാട് മുഴുവൻ ഇങ്ങനെ കവർന്നെടുക്കുന്ന രീതിയിൽ പോവും. കാലവർഷം ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, അത് നിങ്ങൾ ഓർക്കണം. ഇന്നലെ കാലവർഷം വന്നതായിട്ടാണ് ഔദ്യോഗിക സ്ഥിരീകരണം. അപ്പോൾ ഇനിയും ഈ കാലവർഷക്കാലം എത്രയോ കാലം കിടക്കുന്നു. ഇനി എത്രയോ ന്യൂനമർദ്ദങ്ങളും ചക്രവാത ചുഴികളും കൊടുങ്കാറ്റുകളും ഒക്കെ വരും എന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ നോക്കിയേ. എത്ര വൃത്തിയായിട്ട് വരിയായിട്ട് വെച്ചിരിക്കുന്ന തെങ്ങുകൾ കണ്ടോ? ഈ തെങ്ങുകളെല്ലാം പോയതാണ്. ഇതാ അത് കഴിഞ്ഞ് ഇത്രയും കയറി ഈ വീട് ഏത് നിമിഷവും നിലം പൊത്താമെന്ന രീതിയിൽ ഇവിടെ നിൽക്കുന്നു. ഇത് മാത്രമല്ല, ഇതിൻ്റെ അപ്പുറത്ത് വേറെയും വീടുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ താമസിച്ചിരുന്ന, ഒരുപാട് ജനങ്ങൾ തിങ്ങി പാർത്തിരുന്ന ഒരു ഏരിയ ആണിത്. എന്നിട്ട് ഇതാ നോക്കിയാൽ നല്ല കിട്ടുക്കം മഴ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ടുള്ള മഴയാണ് വരുന്നത്. ഭയങ്കര മഴക്കാർ ഇത് അവിടെ നിന്ന് മൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നടക്കുമ്പോണ്ടല്ലോ വേറൊരാൾ, ഒരു മനുഷ്യൻ ഈ പരിസരത്തില്ല. ഈ വീട് നോക്കിയേ നിങ്ങൾ. വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണട്ടാ. കണ്ടാ എത്ര നല്ല വീടായിരുന്നു എന്ന് ഓർക്കണം. ആളുകൾ താമസിച്ചിരുന്ന അത്രയും നല്ല വീടായിരുന്നു. ആ ഒരു വീടിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതുപോലെ തന്നെ അപ്പുറത്തൊക്കെ വീടുകളുണ്ട്. അതെല്ലാം ഇതുപോലെ തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ 2 വീട്ടിലും താമസമില്ല. പക്ഷേ അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഇപ്പോഴും ആൾ താമസമുണ്ട്. അപ്പോൾ ഇവിടെ കുഴിച്ച് കൊണ്ടുപോവാണ് ഭയങ്കരമായിട്ട്. ഇവിടെ പുലിമുട്ടുണ്ട് കേട്ടോ. ഈ പുലിമുട്ടുള്ളത് കൊണ്ട് ഈ ഒരു ഏരിയ കുറച്ച് സേഫായിട്ടിരിക്കുകയായിരുന്നു. കാരണം പുലിമുട്ടിൻ്റെ അടുത്ത പ്രദേശങ്ങൾ സാധാരണ രീതിയിൽ കടൽ അങ്ങനെ കയറാറില്ല. പക്ഷെ കഴിഞ്ഞ വർഷമാണ് അതിന് വിപരീതമായിട്ട് കടൽ കയറി വന്നത്. ഈ വർഷം അതിനേക്കാളും കൂടുതൽ കുഴിച്ച് കൊണ്ടുപോകാം. മിക്കവാറും ആ പുലിമുട്ട് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ് വരുന്നത്. ആ പുലിമുട്ടിൻ്റെ ഈ സൈഡ് മൊത്തം കുഴിച്ചെടുത്തു. ഇനി പുലിമുട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലും കടൽ കയറുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുലിമുട്ട് മൊത്തം തകർന്നു പോകുന്നൊരവസ്ഥ വരും. ഈ വീട് നോക്കിയേ കണ്ടോ? ഇവിടെ നിന്നൊക്കെ കുഴിച്ച് കൊണ്ടുപോയി തെങ്ങുകളൊക്കെ വീണെടുക്കുന്നുണ്ട്. എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നോക്കിയേ. ഇവിടെ നടക്കുമ്പോൾ തന്നെ മണ്ണിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നുണ്ട് ഓരോ തരയിലും. ഇതിൻ്റെ അടുത്തൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ല. ശരിക്കും നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരൊറ്റടിയലിന് ഞാനും കൂടെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കാം. കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ കപ്പൽ അപകടവും അതിൻ്റെ എന്തോ കണ്ടെയ്നറുകളൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കടൽ വെള്ളമൊന്നും തൊടാൻ നിൽക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ അവസ്ഥ എന്നറിയില്ല. ഇവിടെ ഒന്നും വന്നതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. കണ്ടെയ്നറുള്ള കാര്യങ്ങളൊന്നും അടിഞ്ഞതായിട്ടൊന്നും കാണുന്നില്ല. വന്നേക്കാം, ചിലപ്പോൾ ഇവിടെയും വന്നേക്കാം. കാരണം കൊച്ചിയും തൃശ്ശൂരും തമ്മിൽ കടലിനെ സംബന്ധിച്ച് അത് വലിയ ഡിസ്റ്റൻസ് ഒന്നുമല്ല. അപ്പോൾ നോക്കിയേ ഇവിടെ നിന്നൊക്കെ ഇടിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ വീട് നോക്കിയേ. ആ വീട്ടിലേക്ക് നല്ലതുപോലെ വെള്ളം കയറുന്നുണ്ട്. അടിയിൽ നിന്ന് കുഴിക്കുന്നുണ്ട്. കുഴിച്ച് പോകുന്നുണ്ട്. കണ്ടോ? അതിഭീകരാവസ്ഥയാണ് കേട്ടോ. ഇടിഞ്ഞു പോകുന്നുണ്ടോ? ഓരോ തരയിലും ഇടിഞ്ഞു പോകുന്നുണ്ടോ? റോഡുകൾ അടക്കിയിട്ടുള്ളത് നോക്കിയാണ് കിടക്കുന്നത്. ഓരോ തരയിലും ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോവാണ്. ഇനി ആ വീടിൻ്റെ അടിയിൽ നിന്ന് തറ തുരന്നെടുത്ത് പോകും. ആ വീടിനെ നിലം പൊത്തും. അല്ലെങ്കിൽ അത് സ്കെലിട്ടണായിട്ട് മറ്റേ അവിടെയൊക്കെ നമ്മൾ കണ്ട വീട് പോലെ ഒരു വീടിൻ്റെ സ്കെലിട്ടണായിട്ട് അവിടെ നിർത്തും കുറച്ച് കാലം. അല്ലെങ്കിൽ ഈ വർഷം തന്നെ അത് തന്നെ ഇടിച്ചു പോകും. മഴക്കാർ ഗംഭീരമായിട്ട് വരുന്നത്. എൻ്റെ അന്നേ തിര വരുന്ന കണ്ടാ കരക്കലിക്ക് അടിച്ച് കയറുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ കിൻഡൽ കണക്കിന് മണ്ണും പോകുന്നുണ്ട്. ഓരോ തിരയുടെ ഒപ്പവും കിൻഡൽ കണക്കിന് മണ്ണ് ആണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പുറകുഭാഗമാണ് കേട്ടോ ഇപ്പോൾ കുഴിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കയറി നിന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു മിന്നൽ വന്നപ്പോൾ ശരിക്കും പേടിച്ചിട്ട് കയറി നിന്നതാണ്. ഇവിടെയൊക്കെ വന്നിട്ട് വല്ല ഇടിമിന്നൽ കൊണ്ട് കഴിഞ്ഞ ഒരാളെ അറിയുകയും കൂടി ഇല്ല. ഇടിമിന്നൽ അടിച്ച് ഞാനവിടെ വീഴും. പിന്നെ കടൽ എന്നെ അങ്ങ് എടുത്തുകൊണ്ട് പോകും. ഒരു മനുഷ്യ ജീവി അറിയില്ല എനിക്ക് എന്താ സംഭവിച്ചത്. ഒരാളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കയറി നിന്നാട്ടാ.
വീടിൻ്റെ പുറത്ത് ഭാഗം കടൽ അങ്ങ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് മഴ പെയ്തു, നല്ല മഴ പെയ്തു. ഈ വീട്ടിൽ ഇപ്പോഴും താമസക്കാരുണ്ട് കേട്ടോ. ഞാൻ അവരെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഇപ്പോഴും ആൾക്കാരുണ്ട്. ഞാൻ ഇത്ര നേരം അവിടെ കയറി നിൽക്കായിരുന്നു. ഇടിമിന്നൽ വന്നപ്പോൾ നല്ല ഇടിമിന്നലും മഴയും വന്നിട്ടോ. ഞാൻ അവിടെ കയറി നിൽക്കായിരുന്നു. മഴ ഒന്ന് ഒതുങ്ങിയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോഴും അവിടെ താമസക്കാരുണ്ട്. അവരൊക്കെ ജീവിക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. കടലിൽ ഇത്രയും അടുത്താണെന്ന് മാത്രമല്ല, ഇങ്ങനെ കുഴിച്ച് വരികയാണ്. ഈ വീട് കണ്ടോ, ഇതുപോലെ കുഴിച്ച് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കുഴിച്ച് വരികയാണ്. ഇതിനൊക്കെ എന്ത് ധൈര്യത്തിൽ രാത്രി ഇവിടെ കിടന്നുറങ്ങും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. രാത്രി നമ്മളൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ധൈര്യത്തോടെ അല്ലെങ്കിൽ സമാധാനത്തോടെ സ്വസ്ഥതയോടെ കിടന്നുറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഓരോ മനുഷ്യൻ്റെയും ഒരു ആഗ്രഹം. അല്ലെങ്കിൽ അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാരാണ് സത്യം പറഞ്ഞാൽ. സ്വന്തം വീട്ടിൽ, സ്വന്തം വീടോ വാടക വീടോ എന്തോ ആവട്ടെ, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഭാഗ്യം ചെയ്തവൻ അല്ലെങ്കിൽ ഭാഗ്യവാന്മാരാന്ന് പറയാം. പക്ഷേ ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ ഒരു കാര്യം ആലോചിച്ച് നോക്കി. രാത്രി ഒരു മനസ്സമാധാനം ഇല്ലാതെ കിടന്നുറങ്ങും. ഒരു ശബ്ദം കേട്ടാൽ ഞെട്ടി ഉണരേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അതാണ് ഓരോ തീരദേശത്തിൻ്റെ അവസ്ഥ. ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ താഴെ തന്നെ ചിലപ്പോൾ പലരും കമൻ്റായിട്ട് വരും, എന്തിനാണ് കടലിൻ്റെ ഇത്രയും അടുത്ത് കൊണ്ടുപോയിട്ട് വീട് വെച്ചത്, കടലിൻ്റെ വീട് വെച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പലതവണ മറുപടി പറഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണത്. അതുകൊണ്ട് ഇനി പറയുന്നില്ല. അറിയുന്നവരറിഞ്ഞാൽ മതി. ഗവൺമെൻറ്റുകൾക്ക് അറിയാം, അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഗവൺമെൻറ്റിന് അറിയാം ഈ വീടുകൾ കടലിലായി പോയി. ഇവിടുത്തെ ആളുകൾ കടലിൽ വീട് വെച്ചതല്ല എന്നുള്ളത് പഞ്ചായത്തിനറിയാം, സംസ്ഥാന ഗവൺമെൻറ്റിനറിയാം, കേന്ദ്ര ഗവൺമെൻറ്റിനറിയാം, അറിയാത്തവർക്കെല്ലാം അറിയാം. നിങ്ങളോടും എൻ്റെ ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നെന്തായാലും ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത ദിവസം നമുക്ക് വരാം, കാണാം. എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണ് അവസ്ഥ? എൻ്റെ വീട് പോലും അധികം ദൂരെയല്ല, നിങ്ങൾക്ക് പലർക്കും അറിയാം. കടലിൽ ഈ വീടുകളൊക്കെ കടലിൽ നിന്ന് 200-300 മീറ്ററൊക്കെ ദൂരം ഉണ്ടായിരുന്ന വീടുകളാണ്. ഇപ്പം എൻ്റെ വീട് 200 മീറ്റർ ദൂരത്തിലാണ് കടലിൽ. 200-250 താഴെ ദൂരത്തിലാണ്. ഏത് നിമിഷവും അവിടെയും കടലെത്താം. അപ്പോൾ അടുത്ത കാറ്റിന് മുന്നേ തിരിച്ചു പോട്ടെട്ടാ. ഭയങ്കര കാറ്റായിരുന്നു, കൊടുങ്കാറ്റ് പോലത്തെ കാറ്റും മഴയും അതിൻ്റെ ഒപ്പം ഇടിമിന്നലും. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ആ വീട്ടിൽ കയറിയുന്നത്. അതിന് ശേഷം ഇപ്പം അങ്ങോട്ട് പോവാണ്. ഇനി അടുത്ത കാറ്റിന് മുന്നേ ഈ ഒരു സ്ഥലം വിട്ട് സേഫായിട്ടുള്ളൊരു മേഖലയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഭയങ്കര അപകടമാണ്. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ, ഇവിടെ ഒരാളും ഇല്ല, കാണാൻ പോലും ഒരാളില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും. പിന്നെ ഈ പോകുന്ന കറണ്ട് കമ്പി, ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഉണ്ടോ, ഇതിലൊക്കെ കറണ്ട് ഉള്ളതാണ്. നമുക്ക് കണ്ടാൽ തോന്നും ഇതിൽ കറണ്ട് ഇല്ല എന്ന്, പക്ഷേ അതിലൊക്കെ കറണ്ട് ഉണ്ട്. അതൊക്കെ ലൈവാണ്. അപ്പോൾ വല്ല കറണ്ട് കമ്പി പൊട്ടി വീഴുമോ, ഇലക്ട്രിക് പോസ്റ്റ് ഇപ്പോൾ കുഴിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക, ആ പോസ്റ്റ് വീഴുമോ, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വൻ അപകടമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകട്ടാണ്. മഴ പെയ്തുട്ടാ, നല്ല മഴ. കാറ്റധികം ഇല്ല, ഭാഗ്യം. കാറ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പെട്ടുപോയനെ.